ചിന്തിക്കാൻ കത്തായ ഒന്നുകൂടെ നമ്മൾ കേൾക്കണം. ഇന്നത്തെ ചിന്തിക്കായിട്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടന്നു വരാം. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ പലർക്കും കയറാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നാട്ടിൽ നിന്ന് ജെൻസി ഉണ്ട് ക്ലാസ്സില്. ദേശാന്തി, ഇവാന്, ഷിൻസിസ്റ്റർ, നിസിനൊക്കെ ഉണ്ട്. അവരൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. 21-ാമത്തെ അധ്യായമാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ 20 വരെ നമ്മൾ പഠിച്ചു. 20-ാമത്തെ അധ്യായത്തിൽ എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്? മൂന്നാം മിഷണറി യാത്രയെ കുറിച്ചാണ് അല്ലെ? പൗലോസോട് മടങ്ങിപ്പോയി. ഞാൻ അതെ എന്തായിരുന്നു നമ്മുടെ വാക്യം? ആമേൻ, സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ആ വാക്യം നല്ല എന്താണ് നമുക്ക് വളരെ പ്രചോദനപ്രദമാകുന്ന നിങ്ങളുടെ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ഒരു പ്രബോധനം പറയാൻ നേരത്ത് അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് നിങ്ങളെ ക്ഷണിക്കുമ്പോൾ അല്ലെങ്കിൽ 2 വാക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ വചനത്തിൽ നിന്ന് അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സുവിശേഷീകരണത്തെ കുറിച്ചോ കർത്താവിന്റെ വേലയെ സംബന്ധമായോ ഒക്കെ സംസാരിക്കാൻ പറ്റുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്ക്. ഇതൊക്കെ നമ്മൾ കാണാതെ പഠിച്ചു വെച്ചാൽ നമ്മുടെ ആ സംസാരത്തിൽ അറിയാതെ അതൊക്കെ വന്നോളൂ. എന്റെ പ്രാണൻ ഞാൻ നേരിടുന്നതിന് എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. കണ്ടോ, എത്രയോ അർത്ഥമായ ഒരു കാര്യം. കർത്താവായ യേശു ശുശ്രൂഷ തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. അങ്ങനെ പൗലോസ് മുൻപോട്ട് വരുന്നു. അവര് ഒക്കെ കരഞ്ഞ് പൗലോസിനെ യാത്ര അയക്കുന്നു വിടവാങ്ങല്. അങ്ങനെ മിഷണറി യാത്ര സോറിലേക്ക് വരും. 1-ാമത്തെ വാക്യം വായിച്ചാൽ 21-ന്റെ അവരെ വിട്ടുനിന്ന് നീക്കിയ ശേഷം ഞങ്ങൾ നേരെ ഓടി കോസിലും പിറ്റേന്നാൾ റോദോസിലും അവിടെ വിട്ട് പത്തരയിലും എത്തി. അവിടുന്ന് യാത്രയ്ക്ക് തുടരുന്ന ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 21 ചാപ്റ്റർ 21 വേഴ്സ് 1. 21-ാം അധ്യായത്തിന്റെ എന്ന് പറഞ്ഞാൽ അത് 3-ാം മിഷണറി യാത്രയുടെ സമാപനത്തിലേക്ക് നമ്മൾ വരികയാണ്. 3-ാം മിഷണറി യാത്രയുടെ സമാപനം. അതുകൊണ്ട് പൗലോസിന്റെ മിഷൻ യാത്രകളുടെ ഏതാണ് അവസാന നിമിഷങ്ങളിലേക്ക്, അവസാന ദേശങ്ങളിലേക്ക് വരികയാണ്. ചില ദേശങ്ങളിൽ താൻ മുമ്പേ കടന്നു പോയത് ഒന്നുകൂടെ സന്ദർശിച്ച് അവിടെ ഉറപ്പുവരുത്തുകയും അവരെ ഒന്ന് ഉറപ്പിക്കുകയും ചെയ്തിട്ട് താൻ മടങ്ങി വരുന്ന ചില ഇതാണ്. അവിടെ പിറ്റേന്നാൾ റോദോസിലും അവിടെ വിട്ട് എവിടെ എത്തി? പത്തരയിലും എത്തി. നമുക്ക് ഓർക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. ബൈബിൾ കേസിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ ഒരു സമയമാണ് അല്ലെ 10 എന്നുള്ളത്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഓർക്കാം നമ്മുടെ സമയവും പൗലോസ് സുവിശേഷകരമായി ചെന്നെത്തിയ സ്ഥലവും ഒന്നാണ് എന്ന് പറയുമ്പോൾ നമുക്കിത് പെട്ടെന്ന് ഓർക്കണം. 10 അത് എത്തി. അങ്ങനെ അതിനുശേഷമായിട്ട് അവിടുന്ന് സിറിയയിലേക്ക് ഓടി സോരിൽ വന്ന് ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണുന്നു. ഇതുകൊണ്ട് 3-ാം മിഷണറി യാത്ര സോരിലേക്ക് എന്ന ഒരു ഹെഡിങ് നമുക്ക് കൂടെ സോരിലേക്ക്. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ അവിടെ സൈപ്രസ് ദ്വീപ് കണ്ട് അങ്ങനെ സിറിയയിലേക്ക് കൂടി സോരിൽ വന്ന് ഇറങ്ങുന്നു. അവിടെ പൗലോസും കൂട്ടരും തങ്ങുന്നു. ഈ 4-ാമത്തെ വാക്യം 7 നാൾ അവിടെ പാർക്കുന്നു എന്നൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ വാക്യം കൊണ്ടൊന്ന് വായിച്ചു. 4-ാമത് 7 നാൾ അവിടെ പാർത്തു. അവർ പൗലോസിനോട് യെരൂശലേമിൽ പോകരുത് എന്ന് ആത്മാവിനാൽ പറഞ്ഞു. അവര് പൗലോസിനോട് അവിടെയുള്ള പ്രിയപ്പെട്ടവർ, അവിടെയുള്ള ദൈവമക്കൾ പറയുകയാണ്. എങ്ങനെ പറഞ്ഞു? ആത്മാവിനാൽ പറഞ്ഞു. എങ്ങോട്ട് പോകരുതെന്ന്? യെരൂശലേമിലേക്ക് പോകരുതെന്ന് ആത്മാവിനാല് അതേ പറഞ്ഞു. അങ്ങനെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ പൗലോസിനോട് ദൈവാത്മാവിൽ അവർ പറയുക. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ച ഒരു ഭാഗം എന്തായിരുന്നു? പൗലോസിനോട് പറഞ്ഞു, നിനക്ക് പട്ടണം തോറും വിശുദ്ധമായി പറഞ്ഞു എന്താണ്? ബന്ധനങ്ങൾ, കഷ്ടങ്ങൾ നിന്നെ എന്ത് ചെയ്യുന്നു? കാത്തിരിക്കും എന്ന് ആത്മാവ് പ്രവചിച്ചെങ്കിലും പൗലോസ് പുറകോട്ട് പോയി അല്ലെ. നമ്മളോട് ഈ വീട്ടിനകത്ത് കയറി കുറച്ച് ദിവസം ഇങ്ങ് പോകാതിരിക്കും അല്ലെ. പക്ഷെ പൗലോസ് അതൊന്നും അവരുടെ എത്രയ്ക്കും ദൈവത്തോടുള്ള സ്നേഹമാണ്. അത് അനുസരണക്കേടല്ല. ആ സുവിശേഷ വേലയോടുള്ള വലിയ സ്നേഹം. അത് മുമ്പേ പറഞ്ഞത് നമ്മള് ഈ മനപ്പാഠവാക്യം പറഞ്ഞല്ലോ ഈ കഴിഞ്ഞ അധ്യായത്തില്. 23-ാമത്തെ വാക്യത്തിൽ അവസാനം പറയുന്നു, എങ്കിലും ഞാൻ എന്റെ പ്രാണനെ എന്ത് ചെയ്യുന്നില്ല? വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. പ്രാണനെ നമ്മൾ വിലയേറിയതായിട്ട് എണ്ണുമ്പോഴാണ് നമുക്ക് ഏറ്റവും
എന്താണ് പല കാര്യങ്ങളോടും നമുക്ക് ഒന്ന് താതാത്മ്യപ്പെട്ട് പല കാര്യങ്ങളെയും നമുക്ക് ഉൾക്കൊണ്ട് പല കാര്യങ്ങളിലെയും നിന്ന് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാൻ നമുക്ക് തോന്നുന്നു. പക്ഷെ പൗലോസ് പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണിയില്ല. ഒരു സുവിശേഷകൻ, ഒരു സുവിശേഷ വേല ചെയ്യുന്ന വ്യക്തി എപ്പോഴും എന്താണ് ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്കായിട്ട് അധ്വാനിക്കുന്ന ഒരു നല്ല മനസ്സിനുടമയാണെങ്കിൽ ആ വ്യക്തിയുടെ ലക്ഷ്യം അതാണെങ്കിൽ ഒരിക്കലും നമ്മള് മറ്റു കാര്യങ്ങൾ കണ്ട് ഭയപ്പെട്ടു ഓടുവാനായിട്ട് ഇടയായി തീരത്തില്ല. അങ്ങനെ താൻ കടന്നു വന്ന സ്ഥലങ്ങളെല്ലാം സഹോദരന്മാരെ അന്വേഷിക്കുകയും സഹോദരന്മാരോട് ക്ഷേമം തിരക്കുകയും തങ്ങളെ ദൈവത്തിന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള മടക്കയാത്ര. മൂന്നാം വിഷയയാത്ര എന്ന് പറഞ്ഞാൽ താൻ പോയ സ്ഥലങ്ങളിലേക്ക് വീണ്ടും ഒരു മടക്കയാത്ര. അങ്ങനെ ഒരു 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ഞങ്ങൾ സോർവിട്ട് കപ്പലോട്ടം തികച്ച് തൊലവേസിലെത്തി സഹോദരന്മാരെ വന്ദനം ചെയ്ത് ഒരു ദിവസം അവരുടെ കൂടെ പാർത്തു. പിറ്റേന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസരിയിലെത്തി. അപ്പോൾ പിറ്റേന്നാള് അടുത്തത് കൈസരിയിലേക്ക് പോകുന്ന ഒരു പൗലോസ് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഈ ഭാഗങ്ങളെങ്കിലും പറയാൻ നിങ്ങൾക്ക് മനസ്സിലാക്കണം. മൂന്നാം മിഷണറി യാത്രയുടെ സമാപന ഇടത്തേക്ക് കടന്നു പോവുകയാണ്. അപ്പോൾ എത്ര മിഷണറി യാത്ര പൗലോസ് നടത്തിയിട്ടുണ്ട്? 3. മൂന്നിന്റെ അവസാനത്തെ ഭാഗങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ വിശദമായിട്ട് വായിക്കുമ്പോൾ പേരൊന്നും അത്രയ്ക്ക് ഓർച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സ്ഥലങ്ങൾ പൗലോസ് കടന്നുപോയ ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മാത്രം നമ്മൾ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നാലും മതി. അങ്ങനെ ഇരിക്കുമ്പോൾ കൈസരിയിലെത്തി. കൈസരിയില് അവിടെ ഒരാളുണ്ടായിരുന്നു. ആരാന്നറിയാമോ? ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു ദൈവകൃത്യൻ. നമുക്കറിയാം ഫിലിപ്പോസിനെ കുറിച്ച് നമ്മൾ ഓർമ്മയിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ചതാണ്. എന്താണ് ഫിലിപ്പോസ്? എത്യോപ്യയിലെ ധനകാര്യമന്ത്രിയുമായിട്ട് ദൈവജനം ഷെയർ ചെയ്യുകയും അദ്ദേഹത്തെ സ്നാനപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം ആത്മാവെടുത്തോട് അസ്തോദിലേക്ക് പോയി. അല്ലെ, അസ്തോദിൽ കണ്ടു. അസ്തോദിൽ നിന്ന് പിന്നെ അവൻ ഇവിടെ പോയി നമ്മൾ പഠിച്ചായിരുന്നോ? കൈസരിയിൽ എത്തി എന്ന് പറഞ്ഞു. കൈസരിയുടെ ഒരു അപ്പോസ്തലനായി, കൈസരിയുടെ വലിയൊരു ശക്തനായ പ്രവർത്തകനായി, കൈസരിയിലെ ഒരു അനുഗ്രഹീത സഭയുടെ ദൈവവൃത്തിനായിട്ടൊക്കെ ഫിലിപ്പോസിനെ ദൈവം അവിടെ നിന്ന് ഉപയോഗിക്കുവാനായിട്ട് ഇടയാക്കുന്നത്. കൂടുതൽ രേഖകൾ നമുക്ക് ഇതിനകത്ത് ബൈബിളിൽ നിന്ന് കാണുന്നില്ല. എങ്കിൽ ഫിലിപ്പോസ് അവിടെ കുടുംബമായി ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, ഫിലിപ്പോസ് അവിടെ കുടുംബമായി താമസിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിരുന്നു. അപ്പോൾ വന്ന വഴിയിൽ കൈസരിയയിൽ ടച്ച് ചെയ്തപ്പോൾ കൈസരിയയിൽ എന്ത് ചെയ്തു? ഫിലിപ്പോസിന്റെ ഭവനത്തിൽ താനെ കയറുന്നു. 7 പേരിൽ ഒരുവനായി ഫിലിപ്പോസ്. 7 പേരിൽ ഒരുവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മേശമേലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ഫിലിപ്പോസ്. അത് പറയാൻ വേണ്ടിയാണ് ആ വാക്ക് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്നു. 8-ാമത്തെ വാക്യമാണ്. സുവിശേഷകന്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തിന് എത്ര മക്കൾ ഉണ്ടായിരുന്നു? 4. അല്ലെ, 4 പുത്രിമാർ. 4 പുത്രിമാർ എങ്ങനെയുള്ളവരായിരുന്നു? പ്രവചിക്കുന്നവരായിരുന്നു. ശ്രദ്ധിച്ചോണം. അല്ലെ, നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ, അല്ലെ, പ്രവചിക്കുന്നവരായ 4 പുത്രിമാരുള്ള വ്യക്തി അല്ലെ ഫിലിപ്പോസ്. അല്ലെ, ഫിലിപ്പോസിന് എത്ര പുത്രിമാരുണ്ടായിരുന്നു? 4 പുത്രിമാർ. ഫിലിപ്പോസിന്റെ പ്രവർത്തന മണ്ഡലം എവിടെയായിരുന്നു? കൈസരിയ. അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പ്രധാനമായിട്ടും ഓർത്തിരിക്കുന്നത് അത് നന്നായിരിക്കും. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ 10-ാമത്തെ വാക്യത്തിലേക്ക് നാം ഒന്ന് വരികയാണ്. ഞങ്ങളവിടെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്നൊരു പ്രവാചകൻ യഹൂദിയിൽ നിന്ന് വന്നു. അപ്പോൾ അവിടെ അഗബോസ് എന്നൊരു പ്രവാചകൻ വരിക യഹൂദിയിൽ നിന്നും. അവിടെ ഈ കൈസരിയിലെ ഫിലിപ്പോസിന്റെ പ്രവർത്തനങ്ങളിൽ പലരും വന്ന് സഹായിക്കുകയും അതൊക്കെ പൗലോസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് കൂടുതലും ഈ ആക്സ് അപ്പോസ്തല പ്രവൃത്തിയിൽ കൂടുതലായിട്ട് വിവരണം കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഫിലിപ്പോസിന്റെ പ്രവർത്തനങ്ങൾ, ഫിലിപ്പോസ് അനേകരെ കൊണ്ടുപോവുകയും സുവിശേഷകൻ അവിടെ താമസിക്കുന്ന ഒരാളായതുകൊണ്ട് അനേക ഗസ്റ്റ് ആയിട്ട് അല്ല വരുന്ന സഞ്ചാര സുവിശേഷകരായിട്ട് എത്തുന്നവരെയൊക്കെ താനവിടെ പാർപ്പിച്ച് കർത്താവിന്റെ വേല വളർത്തുവാൻ വളരെ ഉത്സാഹമുള്ള വ്യക്തിയായിരുന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടം കൈസരിയ മുഴുവനും ഫിലിപ്പോസ് ഏതാണ്ട് അതിന്റെ 3/4 പങ്കും ഫിലിപ്പോസ് നേടുവാനിടയായിത്തീർന്നു ചരിത്രം പറയുന്നു. അങ്ങനെ നോക്കിക്കേ, മേശമേൽ ശുശ്രൂഷിക്കാനായിട്ട് കീഴ്പ്പെട്ട ഒരുവനെ ദൈവം എന്ത് ചെയ്തു? എടുത്ത് ഉപയോഗിക്കുന്ന വഴികളെ കുറിച്ചാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മേശമേൽ ശുശ്രൂഷിക്കുന്നത് ഒരു മോശമായ കാര്യമല്ല. അതിനുവേണ്ടി ദൈവം അവനെ തെരഞ്ഞെടുത്തപ്പോൾ അവിടെ എന്ത് ചെയ്തു? വിശ്വസ്തയോടെ നിന്നപ്പോൾ അടുത്തിടത്തേക്ക് ദൈവം ആത്മാവനെ കൊണ്ടുപോയി. അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ എവിടം വരെ എത്തിയിരിക്കുന്നു? കൈസരിയയിൽ അത് എത്തി അവിടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവേല ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ആരാണ് വന്നത്? അഗബോസ് എന്ന പ്രവാചകൻ. ഇതൊക്കെ നിങ്ങൾ ചെറുതായിട്ട് ഒന്ന് എഴുതിയിട്ടോണേ. ഇപ്പോഴത്തെ ഹെഡിങ്ങിന്റെ താഴോട്ട് എഴുതിയിട്ടോണം. ഫിലിപ്പോസിന്റെ 4 പുത്രിമാര് അവര് പ്രവചിക്കുന്നവരായിരുന്നു. രണ്ടാമത്തെ അഗബോസ് എന്ന പ്രവാചകൻ യഹൂദിയിൽ നിന്ന് അവിടെ എത്തുന്നു. അഗബോസ് എന്നൊക്കെ പറഞ്ഞാല് അത് പൗലോസിനെ കുറിച്ചൊരു പ്രവചനം പറഞ്ഞ ഒരു വ്യക്തിയാണ്. ആ പ്രവചനം ഞാൻ പറയാൻ പോവുകയാണ്. പൗലോസിനെ അരക്കച്ച എടുത്ത് തന്റെ കൈകാലികളെ കെട്ടി എന്നിട്ട് പറഞ്ഞു, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ ഇതുപോലെ എന്ത് ചെയ്തു? യെരുശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. നോക്കിയോടെ, അപ്പോൾ യഹൂദന്മാരുടെ അല്ലെങ്കിൽ അവിടെ ആ വസ്ത്രധാരണയുടെ ഇട്ടിരിക്കുന്ന ഉടുപ്പ് എന്ത് ചെയ്യുന്നു? അരക്കച്ച മുറുക്കിക്കിട്ട് അത് ഇടയ്ക്ക് എന്ത് ചെയ്തു? ആ അരക്കച്ച അഴിച്ച് വെച്ച് മറ്റു പല കാര്യങ്ങളും ചെയ്യുവാൻ വേണ്ടിപ്പോൾ അരക്കച്ചയുടെ അഗബോസ് കെട്ടി കാണിച്ചിട്ട് പറഞ്ഞു, ഈ അരക്കച്ച ഉടമസ്ഥനെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? കെട്ടി
ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുവാനായിട്ട് പോകുന്നു, ബന്ധിക്കപ്പെട്ടവനായി ഏൽപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അഗബോസിന്റെ പ്രവചനം എന്ന് ആര് പറയുന്നു പറഞ്ഞ്? പരിശുദ്ധാത്മാവ് പറയുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു കേട്ടോ. പരിശുദ്ധാത്മാവിൽ പൗലോസിനോട് നിന്നെ ബന്ധിക്കുമെന്നും അരക്കച്ച കൊണ്ട് തന്റെ ശരീരം ബന്ധിച്ച് കാണിച്ച ഒരു പ്രവാചകൻ ആരാണ്? അഗബോസ് കേട്ടോ. അഗബോസ് ആണ് ആ പ്രവചനം നടത്തിയത്. അഗബോസ് അത് പ്രവചിക്കാനായിട്ട് അതിനിടയായിത്തീർന്നു. അപ്പോൾ അഗബോസിന് ഈ പൗലോസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചോ പൗലോസ് ആരാണെന്ന് കൂടുതലൊന്നും അറിയത്തില്ല. വന്ന ഒരു അറിവുകൾ മാത്രം, അല്പമായ അറിവുകൾ ഉണ്ടായിരിക്കാം എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും പൗലോസിന്റെ കൂടുതൽ പ്രവർത്തന രീതികളെ കുറിച്ചുള്ള ഒരു അറിവ് തനിക്കില്ല. എങ്കിലും പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യം പൗലോസിനോടാണെങ്കിലും അത് വ്യക്തമായിട്ട് പറയുവാൻ അഗബോസിന് അവിടെ ഒരു ധൈര്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു, കൈസരിലുള്ളവരും അവിടുന്ന് പുറപ്പെടാൻ തുടങ്ങി എല്ലാവരും പറഞ്ഞു, നീ യെരുശലേമിലേക്ക് പോകരുത്. കാരണം എന്താ? പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നു, അത് അങ്ങനെ തന്നെ സംഭവിക്കും. അതുകൊണ്ട് യെരുശലേമിലേക്ക് നീ എന്ത് ചെയ്തത്? പോകരുത് എന്ന് പറഞ്ഞ് എല്ലാവരും പൗലോസിനെ വിലക്കി. 13ാമത്തെ വാക്യമാണ് ഇന്നത്തെ നമ്മുടെ മനപ്പാഠവാക്യം. അതാണ് പൗലോസ് പറയുന്ന ഒരു ഭാഗം കൂടിയാണ്. പൗലോസ് അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞിന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിന്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവായ ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല യെരുശലേമിൽ അവന് വേണ്ടി മരിക്കുവാനും ഞാൻ ഒരുക്കമാണ്. അതാണ് നമ്മുടെ വാക്യം. കർത്താവായ യേശുവിന്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, സ്തോത്രം, അവന് വേണ്ടി മരിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരുങ്ങിയിരിക്കുന്നു. അപ്പൊ അഗബോസ് എന്ന പ്രവാചകൻ അവിടെ വന്ന് പ്രവചിച്ചു. ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ എന്ത് ചെയ്തു? അതേ യെരുശലേമിൽ ബന്ധിച്ച് ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം, അത് പരിശുദ്ധാത്മാവിനോട് ഇടപെടുന്നു എന്ന് പറഞ്ഞപ്പോൾ അഗബോസ് പ്രവചിച്ചപ്പോഴും പൗലോസ് പറയുന്ന ആ ധൈര്യം, ആത്മധൈര്യം കേട്ടോ. അവനുവേണ്ടി ഇനി ബന്ധിക്കുമെന്ന കഴിഞ്ഞ ഒരു അധ്യായം വരെ പരിശുദ്ധാത്മാവ് പറഞ്ഞത്. പട്ടണത്തിൽ എന്താണ്? ബന്ധനങ്ങളും കഷ്ടങ്ങളും നിനക്കായി കാത്തിരിക്കുന്നു എന്ന പരിശുദ്ധാത്മാവ് പറഞ്ഞു. പക്ഷെ അപ്പോൾ ഇപ്പോൾ പൗലോസ് പറയാണ്, ഇനി ബന്ധിക്കപ്പെടാൻ മാത്രമല്ല, അല്ലെ, കർത്താവിന് വേണ്ടി മരിക്കാനും ഞാൻ ഒരുക്കമാണ്. നോക്കിക്കാൻ പ്രിയപ്പെട്ടവര്, ഒരു സുവിശേഷകന്റെ അകത്തെ തീഷ്ണത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു അപ്പോസ്തലന്റെ അകത്തെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് വ്യക്തമായിട്ടത് മനസ്സിലാകും. ബന്ധിച്ചാൽ പോലും ഭയപ്പെട്ട് ഓടുന്ന കാലഘട്ടത്തിൽ പറയാ, ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല കർത്താവിന് വേണ്ടി മരിക്കാൻ കൂടെ ഞാൻ എന്താണ്? ഒരുങ്ങിയിരിക്കുന്നു എന്ന് പൗലോസ് അവിടെ അത് വ്യക്തമാക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു? കർത്താവ് ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് അവിടുന്ന് യാത്രയാകുകയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ പൗലോസ് അവരുടെ ആ താല്പര്യത്തിനോ അവരുടെ നിർബന്ധത്തിനോ സ്നേഹത്തോടെയുള്ള അവരുടെ ആ വാക്കുകൾക്കോ മുൻപിൽ താൻ എന്ത് ചെയ്തില്ല? താൻ അവിടെ കീഴടങ്ങിപ്പോയില്ല. താൻ യേശുവിന്റെ സ്നേഹത്തിന് മുൻപാകെ കീഴടങ്ങിയിരിക്കുന്നത് കൊണ്ട് യേശുവിന് വേണ്ടി തനിക്ക് അന്ത്യത്തോളം പ്രവർത്തിക്കണം, സമയം കുറവാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടോടെ പൗലോസ് മുൻപോട്ട് പോകുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നു. അടുത്തത് 15-16 വാക്യങ്ങളിൽ മിഷണറി മൂന്നാം മിഷണറി യാത്രയുടെ സമാപനമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് യെരുശലേം ദേവാലയത്തിൽ യെരുശലേമിൽ എത്തുന്ന പൗലോസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 16 വാക്യങ്ങൾ ഒക്കെ കൊണ്ട് ഏതാണ്ട് മൂന്നാം മിഷണറി യാത്ര അവസാനത്തിലേക്ക് വരികയാണ്. ഇനി 17-18 വാക്യങ്ങളില് നമുക്ക് പൗലോസ് നമുക്ക് ഒരു ഹെഡിങ്ങോടെ എഴുതിക്കും. പൗലോസ് യെരുശലേം ദേവാലയം. യെരുശലേം ദേവാലയത്തില് പൗലോസിനെ യെരുശലേം ദേവാലയത്തില് പ്രവേശിച്ച എന്ന് കണ്ട് ചിലർ അവനെതിരെ ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടി പൗലോസിനെ എതിരെ വരുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ യെരുശലേം ദേവാലയത്തിൽ പൗലോസ് കയറിയപ്പോൾ മറ്റുള്ളവർക്ക് ഒരു തെറ്റിദ്ധാരണ പരത്തുകയും ഇദ്ദേഹം ഈ യെരുശലേം ദേവാലയത്തെ മറിച്ചിടാനും നമ്മുടെ ആളുകളെ കൂട്ടി എന്ത് ചെയ്തു? ഇതിനെതിരെ പ്രക്ഷോഭം നടത്തുവാനുമുള്ള ഒരു വ്യക്തിയാണെന്നുള്ള ഒരു ചിന്ത അവരുടെ അകത്ത് ഉണ്ടായിട്ട് അവിടെ ജനക്കൂട്ടം കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഈ 28ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ദേവാലയം തിരിച്ചു കളഞ്ഞു, ന്യായപ്രമാണത്തിലും ഈ സ്ഥലത്തിനും വിരോധമായി എല്ലായിടത്തും എല്ലാവരെയും ഉപദേശിക്കുന്നവൻ അവൻ യവനന്മാരെയും ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ട് വന്ന് ഈ വിശുദ്ധ സ്ഥലം എന്ത് ചെയ്തു? തിരിച്ചു കളഞ്ഞു. അപ്പോൾ ഇവർക്ക് ചിലർക്ക് മനസ്സിലായത് പൗലോസാണ്. പക്ഷെ അവർ മറച്ചു വെച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഇവൻ എന്ത് ചെയ്തു? നമ്മളെ മുഴുവൻ തകർക്കാൻ വന്നവനാ, നമ്മുടെ
ആ ആചാര അനുഷ്ഠാനങ്ങളെ മുഴുവനും എന്താണ് നശിപ്പിക്കുവാനായിട്ട് വന്നവനാണെന്നുള്ള പ്രചാരണം കൊടുത്തിട്ട് എല്ലാവരും കൂടി എന്ത് ചെയ്തു, ഈ പൗലോസിനെതിരെ അത് കൂടി വരുന്ന ഒരു കാഴ്ച നമുക്കിവിടെ അതെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ നഗരമെല്ലാം ഇളകി, ജനമെല്ലാം ഓടിക്കൂടി അതേ വന്നു പൗലോസിനെ അവര് ബന്ധിക്കുന്ന ആ ഒരു ഭാഗത്തിലേക്ക് അതേ വരികയാണ്. അപ്പോൾ പൗലോസിനെ കുറിച്ച് അപ്പോൾ യെരൂശലേമിൽ കേട്ടുകൊണ്ടിരിക്കുന്ന കേൾവി എന്ന് പറഞ്ഞാൽ എന്താ? അവൻ ലോക പല സ്ഥലങ്ങളിലും പോയി, പല പട്ടണങ്ങളിലും പോയി, ഭൂഖണ്ഡങ്ങളിലും പോയി, കപ്പൽ കയറി പോയി, നാട് നീളെ നടന്ന് എന്ത് ചെയ്തു, യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് അനേകരെ യേശുവിന്റെ മാർഗത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിവേഗം ഇവനെ കൊന്നുകളയണം എന്നുള്ള തീരുമാനത്തിലേക്ക് യെരൂശലേം അത് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പൗലോസ് ഈ ദേവാലയത്തിൽ ചെന്നപ്പോൾ അവരെന്ത് ചെയ്തു, അവനെ പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത 29 മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്ക് കാണുന്നത് പൗലോസിനെ ബന്ധിക്കുന്നു. പൗലോസിനെ ബന്ധിച്ച് അവരെ കൊണ്ടുപോകുന്ന 4ാമത്തെ ഒരു ഹെഡിങ് ആണ്. പൗലോസിനെ ബന്ധിച്ച് കൊണ്ടുപോകുന്നു. 34ാമത്തെ വാക്യം. 3ാമത്തെ വിശ്വയാത്രയുടെ സമാപനമായപ്പോൾ പൗലോസിനെ അവിടെ പിടിക്കുകയാണ്. ചിലർ അങ്ങനെയും നിലവിളിച്ചുകൊണ്ടിരുന്നു. ആരവാരം ഹേതുവായി നിശ്ചയമൊന്നും അറിഞ്ഞുകൂടായികയാൽ അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. പടിക്കെട്ടിന്മേലായപ്പോൾ അവനെ കൊന്നുകളകാൻ ആർത്തുകൊണ്ട് ജനസമൂഹം പിരിച്ചെല്ലുന്നു. വലിയൊരു ജനക്കൂട്ടം വന്നുകൊണ്ട് അവനെ പുറകെ നടന്നുകൊണ്ട് അവനെ കൊന്നുകളക എന്ന് പറഞ്ഞ് അർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. പൗലോസിനെ അവിടെ എന്ത് ചെയ്തു, ദേവാലയത്തെ തീണ്ടിച്ചു കളയുന്നവൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജാതികളുമായിട്ട് ഇടകലർന്നത് കൊണ്ട് അവരുമായിട്ടുള്ള കൂട്ടം. അപ്പോൾ ജാതികൾക്ക് ദേവാലയത്തിൽ ഒരിക്കലും പ്രവേശനമില്ല, അത് യഹൂദന് മാത്രമേ ആ ദേവാലയത്തിൽ പ്രവേശനമുള്ളൂ. അതുകൊണ്ട് അവന് മറ്റുള്ളവരുമായുള്ള സംസർഗത്തിലായി എന്ന് കണ്ടുകൊണ്ടും ഇവനോടൊപ്പം പലരുമുണ്ട്, ദേവാലയത്തിൽ കയറാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞും അങ്ങനെ തെറ്റായ ഒരു ചിന്ത അവിടെ പരത്താനായിട്ടിടയായി തീർന്നു. മാത്രമല്ല ഒരാള് പറഞ്ഞു, ഇവനാണ് ഏതാണ്ട് 3000-ൽ അധികം ഭീകരന്മാരെ കൂട്ടി ഈ യെരൂശലേമിനെ മറിച്ചിടുവാൻ ശ്രമിച്ച വ്യക്തി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തി ഈ വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് ചില പ്രചാരണം നടത്തി. പൗലോസ് അല്ല, അപ്പൊ പൗലോസ് ആണെന്നും പറഞ്ഞ് എല്ലാവരുടെ ഇടയിലേക്ക് അപ്പൊ അന്നത്തെ സമയത്ത് പൗലോസിനെ അറിയാൻ മേലാത്ത ചില ഭരണാധിപന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് അറിയത്തില്ല പൗലോസ് ആവാണ്. നോക്കിയപ്പോൾ എന്ത് ചെയ്യുന്നു, പൗലോസ് ആണ് ഏതാണ്ട് 3000-ലധികം ആളുകളെ കൂട്ടി ഈ യെരൂശലേമിനും യെരൂശലേം ദേവാലയത്തിനും ആചാരങ്ങൾക്കൊക്കെ എതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച വ്യക്തിയാണ് എന്ന് പറഞ്ഞ് അവരെ കൊന്നുകളയാൻ പറഞ്ഞ് അവരെ ആർത്തു വിളിക്കുന്ന ഒരു സംഭവം. അതിന് പൗലോസ് അതിന് മറുപടി പറയുന്നുണ്ട്. 22-ാം അധ്യായത്തിലാണ് നമുക്ക് അതിന് പൗലോസ് പ്രസംഗിക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പൗലോസിനെ എന്ത് ചെയ്തു, യെരൂശലേമിൽ വെച്ച് ബന്ധിച്ച് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് അറസ്റ്റ് ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് അതിന്റെ ചുരുക്കം എന്ന് നമുക്ക് പറയുന്നത്. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് പറഞ്ഞു നിർത്താൻ കഴിയുന്നത് പൗലോസിനെ എന്ത് ചെയ്തു, അവിടെ യെരൂശലേമിൽ വെച്ച് ബന്ധിക്കുകയാണ്. മുമ്പേ കൈസയിൽ വെച്ച് അഗബോസ് പ്രവചിച്ചത് എന്തായിരുന്നു, ഈ അരക്കച്ചയുടെ ഉടമ എന്ത് ചെയ്യുന്നു, യെരൂശലേമിൽ ബന്ധിക്കാൻ പോകുന്നു എന്ന്, അല്ലെ? നോക്കിയേ, ആ പ്രവചനം എത്രയോ കൃത്യമായിട്ട് എന്ത് ചെയ്തു, അത് പരിശുദ്ധാത്മാവ് അറിയിച്ചതുകൊണ്ട് അത് കൃത്യമായിട്ട് നിറവേറി. അത് നിറവേറുന്നു എന്നുള്ളതിനകത്ത് യാതൊരു ദൈവാത്മാവിന്റെ നിയോഗം തന്നെയാണ്. അപ്പൊ ദൈവം അതിന്റെ പുറകിൽ ഒരു ഉദ്ദേശം ദൈവം അതിനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് അതിന്റെ കാര്യങ്ങളെ ക്രമീകരിക്കുവാനായിട്ട് ഇടയായിത്തീരും. പക്ഷെ ദൈവം അത് അറിയിച്ചിട്ടും പൗലോസ് എന്ത് ചെയ്യുന്നില്ല, പോയില്ല. അപ്പൊ ദൈവം അനുവദിക്കാതെ, അല്ലെങ്കിൽ ദൈവം ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു, ദൈവം അനുവദിക്കാതെ പല സ്ഥലത്തും പൗലോസിനെ അറസ്റ്റ് ചെയ്യുവാൻ തക്കം പാർത്തിരുന്നിട്ടും അറസ്റ്റ് ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ഇവിടെ വെച്ച് എന്ത് ചെയ്യുന്നു, പൗലോസിനെ അറസ്റ്റ് ചെയ്യുന്നു, അഗബോസ് പ്രവചിക്കുന്നു, ആ പ്രവചനം യാഥാർത്ഥ്യമായി അല്ലെങ്കിൽ അത് നിവൃത്തീകരണത്തിലേക്ക് വരുന്നു, പൗലോസ് ബന്ധിക്കപ്പെട്ടവനായിട്ട് അത് തിരികെയാണ്. അപ്പൊ നോക്കിക്കോണം പ്രിയപ്പെട്ടവരെ, ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന വഴികളെ കുറിച്ചുള്ള ദൈവാത്മാവിന്റെ അത് വ്യക്തമായ അതേ ആലോചന എന്ന് നോക്കിക്കേ. അപ്പൊ നമ്മൾ ഓരോ ദിവസവും ദൈവത്തിന്റെ പാതപിടുത്തങ്ങളാണ്, ദൈവത്തിന് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നതെങ്കിൽ ദൈവം നമുക്ക് വേണ്ട ആലോചനകളെ ദൈവം നമുക്ക് എന്ത് ചെയ്തു തന്നുകൊണ്ട് അതേ ഇരിക്കും. പക്ഷെ അവിടെ നോക്കിക്കോണം, ആ ഒരു പ്രവചനം കേട്ടുകൊണ്ട് പുറകോട്ടല്ല പോയത്, താൻ എന്ത് ചെയ്തു, തന്റെ സുവിശേഷീകരണത്തിൽ മുൻപോട്ട് പോകാനിടയായിത്തീർന്നു. അങ്ങനെ 3ാം മിഷണറി യാത്ര യെരൂശലേമിൽ വന്നുകൊണ്ട് താനെ അവസാനിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് അതേ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ പൗലോസിനെ എന്ത് ചെയ്തു, ബന്ധിച്ചുകൊണ്ട് അതിന്റെ 38-ാമത്തെ വാക്യം കൂടി ഒന്ന് വായിച്ചു. കുറെ നാൾ മുൻപേ കലഹമുണ്ടാക്കി 4000 കട്ടാരക്കാരെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മിസ്രൈമിൽ നീ അല്ലയോ എന്ന് ചോദിച്ചു. അതിന് പൗലോസ്, ഞാൻ കിലിക്യൻ തർസോസ് എന്ന പ്രസിദ്ധ നഗരത്തിലെ പൗരനായ യഹൂദനാകുന്നു, ജനത്തോട് സംസാരിക്കാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ മുമ്പ് പറഞ്ഞ പോലെ ആ ഒരു ഭീകരവാദി അല്ലെങ്കിൽ ഒരു ഭീകരൻ
പൗലോസ് അല്ലേ എന്ന് അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല ഞാൻ ആ വ്യക്തി അല്ല, ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കിലിക്കിയയിൽ തർസസ് എന്ന പ്രസിദ്ധ നഗരത്തിൽ പൗരനായ ഒരു യഹൂദനാകുന്നു എന്ന് വ്യക്തമായി അവരോട് സംസാരിക്കുന്നു. പൗലോസിനോട് സംസാരിക്കാൻ അനുവാദം ചോദിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ജനക്കൂട്ടം ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ പ്രക്ഷോഭം നടത്തിയ അല്ലെങ്കിൽ ആക്രമണങ്ങൾ നടത്തിയ അല്ലെങ്കിൽ ഭീകര സംഘടനയുടെ ഒരു നേതാവാണ് പൗലോസ് എന്നൊരു തെറ്റായ ധാരണ, തെറ്റായ വാർത്ത ജനങ്ങളുടെ ഇടയിലേക്ക് അതേ പരത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിന്റെ പരിണിത ഫലമായിട്ടാണ് പൗലോസിനെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് ഇടയായത്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇവരൊന്നുമല്ല അറസ്റ്റ് ചെയ്യാനായിട്ട് കാരണക്കാര്. പിന്നെ ദൈവാത്മാവിന്റെ ഒരു പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ശബ്ദമാണ്. ദൈവം മുൻപേ എന്ത് ചെയ്തു? അറിയിച്ചത് പട്ടണം തോറും നിനക്ക് ബന്ധനങ്ങൾ കത്തിരിക്കുന്നു, കഷ്ടങ്ങൾ കത്തിരിക്കുന്നു. അവസാനം പറഞ്ഞു, അഗബോസ് എന്ന് പറഞ്ഞു, ഈ അരക്കച്ചയുടെ ഉടമ എന്ത് ചെയ്യുന്നു? യെരുശലേമിൽ ബന്ധിക്കാൻ പോകുന്നു എന്നാ പറയുന്നത്. കൃത്യസ്ഥലം, ആ വ്യക്തിയെ എന്ത് ചെയ്തു? അഗബോസ് പ്രവചിക്കാനിടയായി തീർന്നു. അല്ലെ, അത് എവിടെ ബന്ധിക്കും, ഏത് സ്ഥലത്ത് ബന്ധിക്കും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞു, ഇനി അവന് വേണ്ടി മരിക്കുവാനാണെങ്കിൽ കൂടെ ഞാൻ തയ്യാറാണ്, ഞാൻ ഒരുക്കമാണെന്ന് പറഞ്ഞുകൊണ്ട് നീങ്ങുന്ന ഒരു അപ്പസ്തോലനെ നമുക്ക് കാണുവാനിടയായി. നമ്മുടെ പ്രാണനെ നമ്മുടെ പ്രസംഗത്തിലോ അല്ലെങ്കിൽ പാട്ടിലോ ഒക്കെ നമ്മൾ പാടാനും പ്രസംഗിക്കാറും ഒക്കെ ഉണ്ട്. എന്റെ പ്രാണനെ ഞാൻ വിലയിരുതാ എണ്ണുന്നില്ലപ്പാ, അല്ലെ, അങ്ങേക്കായിട്ട് ഞാൻ എന്നെ തരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടാറുണ്ട്. എത്രയോ ആഴം അർത്ഥം അതിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ അത് പാടുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ശരിക്കും പറഞ്ഞാല് അത് പാടാൻ പോലുള്ള യോഗ്യതകൾ അല്ലെങ്കിൽ പ്രസംഗിക്കാനുള്ള യോഗ്യതകൾ പോലും അത് ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. എനിക്കുള്ളതെല്ലാം എന്റെ യേശുവിന് വേണ്ടിയുള്ളതാണ്, ഞാൻ എന്റെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കുന്നത് പറയുമ്പോൾ നമ്മുടെ സമർപ്പണങ്ങൾ പാതി അല്ലെങ്കിൽ കുറച്ച് 75% പലപ്പോഴും വരാറുള്ളൂ, എന്നാൽ പൂർണ്ണമാകാറില്ല. എന്നാൽ ഈ ഒരു അപ്പോസ്തലന്റെ ജീവിതാനുഭവങ്ങൾ അതിന്റെ അത്രത്തോളം നമുക്ക് എത്താൻ പറ്റില്ലെങ്കിലും ഇന്ന് തൊട്ട് നമുക്കൊന്ന് ആഗ്രഹിക്കാം, കർത്താവേ എനിക്ക് ആ ഒരു സമർപ്പണത്തിലേക്ക് വരാൻ എനിക്ക് കർത്താവേ എനിക്കൊരു മനസ്സ് ദൈവമേ അവിടുന്ന് തരണമേ എന്ന് പറയും. നമ്മൾ കേൾക്കാനുള്ള പ്രവചനം എന്താ? പൗലോസ് ക്രൂശിലേക്ക് പോയപ്പോൾ കേട്ട പ്രവചനം ശബ്ദം മൊത്തം തന്നെ ബന്ധിക്കാൻ പോകുന്നു, കഷ്ടങ്ങൾ കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ യെരുശലേമിൽ ബന്ധിക്കാൻ പോകുന്നു. അല്ലെ, ഒരു പ്രോഗ്രസ് ആയി അല്ലെങ്കിൽ ഒരു അനുഗ്രഹീത ദൂതുകളും ഒന്നും പൗലോസ് അധികം കേട്ടില്ല. താൻ സുവിശേഷങ്ങൾ ചെയ്യുക, അപ്പോസ്തലനാണ്, അനേക സഭകളെ സ്ഥാപിക്കുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഒരു വാഗ്ദത്തം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വാഗ്ദത്തം കേൾക്കുന്നില്ലല്ലോ, ഒരു ദൂത് കേൾക്കുന്നില്ലല്ലോ? ബന്ധിക്കാൻ പോകുന്നു, നിന്നെ എന്ത് ചെയ്യുന്നു, തകർക്കും, നിനക്ക് കഷ്ടം കാത്തിരിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നത് എന്തുകൊണ്ടാ എന്ന് വേണമെങ്കിൽ. പക്ഷെ നോക്കിക്കേ, ഇതൊന്നുമല്ല പൗലോസ് അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് സ്നേഹിക്കുന്നത് ആരെയാ? യേശുവിനെ സ്നേഹിക്കുവാനായിട്ട് അദ്ദേഹം ഇടയായിട്ടുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. പ്രവാചകരെക്കായാലോ പ്രവചനത്തെക്കായാലോ നമ്മൾ സ്നേഹിക്കേണ്ടത് ആരായിരിക്കണം? ഇതിന്റെ ദാതാവിനെ ആയിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ആരാണോ നമ്മളോട് സംസാരിക്കുന്നത് ആ യേശുവിനെ നമ്മൾ സ്നേഹിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെ എല്ലാവരും ഒരു പ്രവാചകന്റെ ഡയറക്ഷൻ അനുസരിച്ച് പോകുന്നു. ചിലരെന്ത് ചെയ്യുന്നു? ആ പ്രവചന ദൂത് എന്താണ് കേൾക്കാൻ വീണ്ടും ആഗ്രഹിക്കുന്നു, അതനുസരിച്ച് അത് നീങ്ങുന്നു. എത്ര പേര് ഇന്ന് ഈ രാത്രിയിൽ ഈ വചനം കേൾക്കുമ്പോൾ കർത്താവിനെ കണ്ടുകൊണ്ട് കർത്താവിന് വേണ്ടി കർത്താവിനെ സ്നേഹിക്കുന്ന, അത് കഴിഞ്ഞിട്ടായിരിക്കും, രണ്ടാമതായിരിക്കണം ഇതെല്ലാം. അങ്ങനെ ഒരു അനുഭവം, ആ ഒരു ആത്മീയ തീഷ്ണത നമ്മുടെ അകത്ത് വളരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് അത് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഈ പഠിക്കുന്ന പാഠങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിലും അതൊരു അനുഗ്രഹമായി മാറുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോട്ടം നടത്തുകയാണ്. 22-ാം അധ്യായം ജനക്കൂട്ടത്തോട് പൗലോസ് പ്രസംഗിക്കുന്നതാണ്. അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ശ്രദ്ധിക്കാം.